കണ്ണൂർ പഴയങ്ങാടിയിൽ നിന്ന് തലശ്ശേരിയിൽ ജോലി ചെയ്യേണ്ടുന്ന ഒരു സഹോദരി, എത്രയോ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്, അങ്ങനെ പോകേണ്ടുന്ന സഹോദരി, അല്ലെങ്കിൽ കാസർഗോഡ് പോകേണ്ടുന്ന ഒരു സഹോദരി 9 മണിക്ക് പോയാൽ 11 മണിക്ക് എത്തും. 9 മണിക്ക് ശേഷം മാത്രമേ യാത്ര. യഥാർത്ഥത്തിൽ 6 മണി മുതൽ, 6 മണിയല്ല, അതിനേക്കാളും നേരത്തെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, എനിക്കറിയാം. എന്നാലും എങ്കിൽ പോലും 6 മണി മുതൽ 6 മണി വരെ എന്നെങ്കിലും ഈ ജോലി ചെയ്യുന്ന യാത്ര ചെയ്യുന്ന സഹോദരിമാരുടെ ഒരാവശ്യവും അവരുടെ നെസസിറ്റി അതൊരു വളരെ അത്യാവശ്യമാണ്. അവരുടെ കാര്യത്തിൽ അവരാണ് 90% എന്ന് ഞാൻ പറയും. പിന്നെ വിരുന്ന് പോകുന്നവരും അല്ലാത്തവരൊക്കെ കുറച്ച് പേരുണ്ടാകും. അവരൊക്കെ ഇപ്പം അടുത്ത കാലത്ത് ഒന്നിച്ച് പോകുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാറ് പിടിച്ചങ്ങ് പോകും. ബസ്സിൽ പോകുന്നവർ മിക്കവാറും തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ്. ഈ തൊഴിലെടുക്കുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു സൗജന്യ യാത്ര ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരിക്കുന്നത് അതിൻ്റെ ടൈം മാറ്റണം. അതിൻ്റെ സമയം 6 മണി മുതൽ 6 മണി വരെ ആക്കണം. എങ്കിൽ 9 മണി മുതൽ എന്ന് പറഞ്ഞു. ആണോ? ഇന്നലെ 9 മണി മുതൽ. എന്നാൽ അത് ഇന്നലെ ഞാൻ കേട്ടത് 9 മണി മുതൽ ആണെന്നാണ്. അപ്പം ഇനി KSRTC ബസ്സിലെ സൗജന്യ യാത്ര കൈപ്പറ്റുന്നവരുടെ കാര്യം സഹോദരിമാരാണല്ലോ, കുട്ടികളും പെൺകുട്ടികളും എല്ലാവരും. നല്ലത്, ഞങ്ങളതിനെ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്താണ് അവസ്ഥ എന്നറിയോ? ഇന്നലെ ഒരുപാട് ആളുകൾ, ധാരാളം സ്ത്രീകൾ ബസ്സിൽ കയറി എന്നൊക്കെ പറയുമ്പോൾ ഈ യാത്ര ചെയ്യുന്നവരുടെ 90% പേരും എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരോ, എവിടെയെങ്കിലും ചെറിയ തുച്ഛമായ, അത് ടെക്സ്റ്റൈൽസിലാവാം, ഫാർമസിയിലാവാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആവാം, കൺസ്ട്രക്ഷൻ ആവാം, ഖാദിയിലാവാം, കൈത്തറിയിലാവാം, വളരെ തുച്ഛമായ വരുമാനമുള്ളവർ തന്നെയാണ്. അവർക്കത് കിട്ടുന്നത് തീർച്ചയായും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഒരു വരുമാനവുമില്ലാത്ത വീട്ടിലെ പണി രാവിലെ 5 മണി മുതൽ രാത്രി 12 മണി വരെ എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് കിട്ടുന്ന ഈ 1000 രൂപ നഷ്ടപ്പെടുക എന്നിടത്തേക്ക് വന്നു കഴിഞ്ഞാലോ? അതൊന്ന്. രണ്ടാമത്, ഈ 9 മണി എന്ന് പറയുന്ന സമയം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കാണ് നമ്മുടെ സഹോദരിമാർ പലപ്പോഴും യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യേണ്ടി വരുന്നതാണ് പല തൊഴിലും നോക്കിയിട്ട്. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ നാട്ടിൽ ഞാൻ താമസിക്കുന്ന സ്ഥലം കണ്ണൂർ പഴയങ്ങാടിയിൽ നിന്ന് തലശ്ശേരിയിൽ ജോലി ചെയ്യേണ്ടുന്ന ഒരു സഹോദരി, എത്രയോ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്, അങ്ങനെ പോകേണ്ടുന്ന സഹോദരി, അല്ലെങ്കിൽ കാസർഗോഡ് പോകേണ്ടുന്ന ഒരു സഹോദരി 9 മണിക്ക് പോയാൽ 11 മണിക്ക് എത്തും. 9 മണിക്ക് ശേഷം മാത്രമേ യാത്ര. യഥാർത്ഥത്തിൽ 6 മണി മുതൽ, 6 മണിയല്ല, അതിനേക്കാളും നേരത്തെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ട്, എനിക്കറിയാം. എന്നാലും എങ്കിൽ പോലും 6 മണി മുതൽ 6 മണി വരെ എന്നെങ്കിലും ഈ ജോലി ചെയ്യുന്ന യാത്ര ചെയ്യുന്ന സഹോദരിമാരുടെ ഒരാവശ്യവും അവരുടെ നെസസിറ്റി അതൊരു വളരെ അത്യാവശ്യമാണ്. അവരുടെ കാര്യത്തിൽ അവരാണ് 90% എന്ന് ഞാൻ പറയും. പിന്നെ വിരുന്ന് പോകുന്നവരും അല്ലാത്തവരൊക്കെ കുറച്ച് പേരുണ്ടാകും. അവരൊക്കെ ഇപ്പം അടുത്ത കാലത്ത് ഒന്നിച്ച് പോകുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാറ് പിടിച്ചങ്ങ് പോകും. ബസ്സിൽ പോകുന്നവർ മിക്കവാറും തൊഴിലെടുക്കുന്ന സ്ത്രീകളാണ്. ഈ തൊഴിലെടുക്കുന്ന സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു സൗജന്യ യാത്ര ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരിക്കുന്നത് അതിൻ്റെ ടൈം മാറ്റണം. അതിൻ്റെ സമയം 6 മണി മുതൽ 6 മണി വരെ ആക്കണം. എങ്കിൽ 9 മണി മുതൽ എന്ന് പറഞ്ഞു. ആണോ? ഇന്നലെ 9 മണി മുതൽ. എന്നാൽ അത് ഇന്നലെ ഞാൻ കേട്ടത് 9 മണി മുതൽ ആണെന്നാണ്. അപ്പോൾ 6 മണി മുതൽ ടൈം ഇല്ല, ഏത് സമയത്തും എപ്പോഴും കയറാം. അങ്ങനെയാണെങ്കിൽ അത് സോറി, അതെനിക്ക് വന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇന്നലെ മാത്രം 9 മണി മുതൽ.